ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തുചേരലിൽ നമ്മളെയൊക്കെ ദൈവം ഒരു എലിവേറ്റഡ് ഔന്നത്യത്തിലേക്ക് ഉയർത്താറുണ്ട്. പ്രിയപ്പെട്ട ജോസഫ് മാത്യു അച്ഛൻ പറഞ്ഞു, സുനിത വില്യംസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മറ്റൊരാളെക്കുറിച്ച് തുടങ്ങട്ടെ. അദ്ദേഹം ശുഭാൻഷു ശുക്ലയാണ്. 2015 ജൂലൈ മാസം ഏതാനും ആഴ്ചകൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയ ഇന്ത്യക്കാരൻ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, ശാസ്ത്രകാരനാണ്. അദ്ദേഹം മടങ്ങി വന്ന് ബാംഗ്ലൂരിലൊരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ സമയത്ത് കുഞ്ഞുങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഈ സ്പേസിലേക്ക് പോകുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടപ്പെടുന്നു. സുനിത വില്യംസ് അത് പറഞ്ഞു. ഞങ്ങൾ പല ദേശക്കാരാണ് ഈ സ്പേസ് ഷട്ടിലുള്ളത്, എന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. എന്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്? വി ആർ ഓൾ എർത്ത്ലിങ്സ്, ഈ ഭൂമിയുടെ മക്കളാണ്. ഒരുമിച്ച് കുർത്താന പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ചെറിയ ഇടമാണെങ്കിലും നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലേ? എന്തൊരു വലിയ പ്രഖ്യാപനമാണ്. പലതുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളുടെ എല്ലാം ഐഡൻറ്റിറ്റി ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. ആ വലിയ പ്രത്യാശയും ദർശനവുമാണ് ഈ ഒത്തുചേരലിന് നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് ഇവിടെയുള്ള തീം എന്താണ്? ലൈറ്റ് ഓവർ ഡാർക്ക്നെസ് എന്നാണ്. എൻ്റെ ഇന്ന് വേദപുസ്തകം മുഴുവൻ ഈ ഒരു സന്ദേശം കാണാൻ കഴിയും. ഞാൻ പഴയ നിയമം പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് സൃഷ്ടിയിലാണ്. സൃഷ്ടി ആരംഭിക്കുമ്പോൾ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, അടുത്തതാണ് ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നേരം വെള്ളത്തിന്മീതെ, ഇരുളിന്മീതെ, ആഴത്തിന്മീതെ, അന്ധകാര ശക്തികളുടെ മേൽ ആര് പ്രവർത്തിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. വേണമെങ്കിൽ പറയാം, ലൈറ്റ് വാസ് ഹോവറിങ് ഓവർ ഡാർക്ക്നെസ്. ഈ അന്ധകാര ശക്തികളുടെ മുമ്പിൽ അതിനെ പരിവർത്തിച്ചുകൊണ്ടാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ആണോ? എന്തൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വേദപുസ്തകം ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി ആരംഭിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു വലിയ അപകടമുണ്ട്. ഏത് സൃഷ്ടിക്കും അന്ധകാരത്തിലേക്ക് പോകാം, ഏത് മനുഷ്യനും അന്ധകാരത്തിലേക്ക് പോകാം, ഏത് ഭവനവും ഇരുളാകാം, ഏത് സമൂഹവും ഇരുളാകാം. ആ അവിടെയാണ് നാം പറയുന്നത് ദൈവം കർത്താവ് എൻ്റെ വെളിച്ചമാണെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുന്നത്. നാം ഇന്ന് ഈ ഉയർപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അഭിവന്യ തിരുമേനിയും അധ്യക്ഷ പ്രസംഗം ചെയ്ത് ജോസഫ് മാത്യു അച്ഛനൊക്കെ സൂചിപ്പിച്ചു, വളരെയധികം മുറിവുകളുള്ളൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അനേകർ വേദനപ്പെടുന്നൊരു ലോകത്താണ്, അനേകർ ഭയചകിതരായി കഴിയുന്നൊരു ലോകത്താണ്. പ്രസിഡന്റ് ട്രംപ് 48 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏതാനും മണിക്കൂറുകൾ പോയി. ഈ ലോകം മുഴുവൻ ആശങ്കയിലാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഭീതിയിൽ കഴിയുന്നൊരു പശ്ചാത്തലത്തിൽ കൂടെയാണ് നാം എന്ത് ചെയ്യുന്നത്? ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുക? ഓർക്കണം, ഈ തിന്മ ശക്തികളെല്ലാം ഒരുമിക്കും. അവിടെയൊക്കെ മതം ഒരുമിച്ച് കൂടും. ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ഔട്ട്ലുക്ക് എന്നൊരു മാഗസിനുണ്ട്, ഔട്ട്ലുക്ക് മാഗസിൻ. അതിൻ്റെ ഒരു ലീഡിങ് ആർട്ടിക്കിൾ എഴുതിയത് എസ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരാളാണ്. എസ് ഭട്ടാചാര്യ എഴുതിയ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: യു ഷാൽ നോട്ട് ടേക്ക് ദ നെയിം ഓഫ് യുവർ ഗോഡ് ഇൻ വെയിൻ. നിൻ്റെ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുതെന്നാണ്. ആ ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ കണ്ടത്, ഇന്നത്തെ യുദ്ധത്തെ അദ്ദേഹം വിശകലനം ചെയ്യുന്ന ഒരു ഭട്ടാചാര്യയാണ്, ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം വിശകലനം ചെയ്യുന്ന എങ്ങനെയാണ്: അമേരിക്കയിലുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റ് അവർ ട്രംപിനോട് പറയുന്നത്, ഈ യുദ്ധത്തിന് വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത്, അനോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. കാരണം കർത്താവിൻ്റെ വരവ് വേഗത്തിലാക്കാൻ ഇസ്രയേൽ മുഴുവൻ, യഹൂദന്മാർ പഴയ ഇസ്രയേൽ മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോഴാണ് നെതന്യാഹു പറയുന്നത് എന്താണെന്നറിയാമോ? നെതന്യാഹു ഈ യുദ്ധം ആരംഭിച്ചത് പൂരിം ഫെസ്റ്റിവലിന് തൊട്ട് 2 ദിവസം മുമ്പാണ്. മാത്രമല്ല, അദ്ദേഹം അന്ന് ജനങ്ങളോട് അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, ഇറാൻ അമാലേക്കരാണെന്ന് പറഞ്ഞു. പാടെ നശിപ്പിക്കപ്പെടേണ്ടതാണ്, ചുട്ടുകരിക്കേണ്ടവരാണ് ഇറാനിലെ ജനതയെന്ന് പറഞ്ഞു. ഇറാനിലെ ഷിയ ക്ലർജി പറയുന്നത്, പുരോഹിതന്മാർ പറയുന്നത്, ഇത് ജിഹാദാണ്, ഹോളി വാറാണ്. ഹോളി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും നശിപ്പിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ് ഇറാൻ എന്നാണ്. എല്ലാവരും മതത്തെ കൂട്ടുപിടിച്ചാണ്
ഈ അക്രമവും അനീതിയും ഈ ലോകത്ത് ഇന്നും നടപ്പിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാം. എന്താണ് ഈ കർത്താവിനെ ക്രൂശിക്കാൻ റോമൻ ഗവൺമെൻറ്റും അന്നത്തെ മത സംവിധാനങ്ങളും മത നേതാക്കന്മാരും ഒന്നിച്ചു കൂടുകയാണ്, അല്ലേ? നമ്മൾ നമുക്ക് വേണമെങ്കിൽ പറയാം അവരൊക്കെ അന്ധകാരത്തിൻ്റെ ശക്തികളായി മാറുകയാണ്. വെളിച്ചത്തിൻ്റെ വ്യക്താക്കളാകേണ്ടവർ എന്താകുകയാണ്? അന്ധകാരത്തിൻ്റെ വ്യക്താക്കളാകാം. ഞാൻ നമ്മളോട് പറയട്ടെ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മരണം വരെ അന്ധകാരത്തിൻ്റെ ഇരുളിൻ്റെ മക്കളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെയും തന്നെ കേട്ട ജനങ്ങളോടും പറയുന്നത്, നിങ്ങളിലുള്ള വെളിച്ചം എന്താകണം? ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കണം. എൻ്റെ ഇത് നിതാന്തമായൊരു ജാഗ്രതയാണ്. എന്നും ജാഗ്രതയോടെ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്താണ്? ഈ ഇരുളാകരുത്. ഞാൻ ഈ ഗുഡ് ഫ്രൈഡേ സർവീസുമായി ബന്ധപ്പെട്ട് ധ്യാനം തയ്യാറാക്കിയപ്പോൾ എന്നെ കൂടുതൽ സ്പർശിച്ചത് ഇതുപോലെ ഒരു സംസ്കാര ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, സഹനാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അത് 2021 ജൂലൈ 6 മുംബൈയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് കാത്തലിക് ചർച്ച്, ഒരു ചെറിയ ചാപ്പലാണ്, അവിടെ നടന്നതാണ്. അവിടെ നടന്ന ഒരു അച്ഛൻ്റെ ജസ്യൂട്ട് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടക്കമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ സ്റ്റാൻ സ്വാമി. ജാർഖണ്ഡിലുള്ള ആദിവാസികൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ മനുഷ്യനാണ്, മരണം വരെയും. എന്നാൽ നമുക്കറിയാം, ഭരണകൂടം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച് തടവിലാക്കി, കള്ളക്കേസുണ്ടാക്കി. കോവിഡ് കാലത്താണ് മരണമടയുന്നത്. പ്രോട്ടോക്കോൾ അനുസരിച്ച് 20 പേരെയുള്ള ചാപ്പലിൽ. ഞാൻ ഓൺലൈനിൽ അന്ന് കണ്ടതാണ്. അന്ന് അന്നത്തെ സുവിശേഷ വേദഭാഗം എന്താണെന്നറിയാമോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതെന്താണെന്നറിയാമോ? പീലാത്തോസിൻ്റെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ്. എന്നിട്ട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവിനോട്. എന്താണെന്നറിയാമോ? നിന്നെ വെറുതെ വിടാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ എന്ന്. ക്വസ്റ്റ്യൻ ഓഫ് പവറാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിൻ്റെ അധികാരമെല്ലാം ആര് തന്നതാണ്? ആരാണ്? മേലിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയാണ്. എന്തൊരു പ്രഖ്യാപനമാണ്! ഇരുള് മൂടുമ്പോഴും പറയുകയാണ്, ഈ ലോകചരിത്രത്തെയും അധികാരത്തെയും ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് ആരാണ്? ദൈവമാണെന്ന് പറയുക, അല്ലേ? ഇവിടെ കർത്താവ് ഈ ഉയർപ്പിൻ്റെ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഭയചകിതരായ ആളുകളോടാണ്, മുറിവേറ്റവരോടാണ്. എനിക്ക് നമ്മുടെ യുദ്ധത്തിൻ്റെ കെടുതിയിൽ കഴിയുന്ന ഇറാൻ ജനതയെ ഓർത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വാർത്താമാധ്യമങ്ങളൊന്നും എന്താണ് അവിടെയുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടെന്ന് പറയുന്നില്ല. ഗൾഫിലെ ആളുകളുടെ നമുക്കറിയാം, ഇസ്രയേലിലെ അറിയാം. കാരണം ആകെ നാനാവിധമായിക്കൊണ്ടിരിക്കുന്ന, തകർന്നടിയുന്ന ഒരു രാജ്യത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ വേദന എത്ര വലുതാണ്, ഇല്ലേ? അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും എൻ്റെ ചിന്ത നിങ്ങളോട് പറയേണ്ടത്, ഈ ഭയചകിതരായി എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ പങ്കാളികൾ മനുഷ്യരാണ്, ദൈവസൃഷ്ടിയാണ്, ദൈവസാദൃശ്യം പേരുന്നവരാണ്. അവരെയൊക്കെ ഓർത്ത് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഈ എല്ലാം ഈ തകർന്നെന്ന് കരുതുന്ന സന്ദർഭങ്ങളാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ, അല്ലേ? എൻ്റെ ഇന്ന് ശിഷ്യന്മാരോട് ചോദിച്ചാലും, കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത സ്ത്രീകളോട് ചോദിച്ചാലും അവർ പറയും, കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാണും, എന്താണ്? തീർന്നു, അല്ലേ? ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും ആകെ. അന്നേരം ദിസ് ഈസ് ദി എൻഡ് എന്നാകുന്നു. അന്നേരം ഉയർപ്പ് നൽകുന്ന പ്രത്യാശ, ദിസ് ഈസ് നോട്ട് ദ എൻഡ് ബട്ട് ഈസ് എ ബിഗിനിങ്. ശരിയാണോ? നമ്മൾ സാധാരണ ഈ എല്ലാം ശുഭമാകുന്നു. അതിനേക്കാൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതൊരു പുതിയ ആരംഭമാണ്, അല്ലേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായുള്ള കർത്താവിനെ കണ്ട എല്ലാവരും ആ ദർശനത്തിൽ, ആ ശബ്ദത്തിൽ, ഒഴിഞ്ഞ കല്ലറിൽ അവരോട് പറയാതെ ദൈവവചനം അവരോട് പറയുകയാണ്, ഉദ്ധിതനായ ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ആരംഭമാണ് ഇനിയും, അല്ലേ? എൻ്റെ ചിന്ത, ഈ ദർശനങ്ങൾ, ശബ്ദങ്ങൾ എന്തു വലിയ മാറ്റങ്ങളാണ് നമ്മിൽ വരുത്തുന്നത്, ആണോ? ശബരിമലയ്ക്കൊക്കെ ആളുകൾ പോകുമ്പോൾ നമുക്കറിയാം, അവരൊക്കെ വിളിക്കുന്നത് എന്താണ്? സ്വാമി എന്നാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശബരിമലയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീയാണ്. നീ ആരെ അന്വേഷിച്ചിറങ്ങിയോ അത് നീയാണ്. എന്നാൽ നമ്മുടെ ദർശനത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ദർശനത്തിൽ നാം പറയുന്നത് എന്താണ്? ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും ആരുണ്ട് കൂടെ? അവിടെയൊക്കെ
പുതിയ ആരംഭങ്ങൾക്ക് നാന്ദി കുറിക്കുന്നവനാണ് ആര്? കർത്താവ്. അതുകൊണ്ട് ഈ ഉത്ഥാനത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. സ്ത്രീയെ കരയുന്നത്, നീ ആരെ തിരയുന്നു? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും. വലതുഭാഗത്ത് ഈ തകർന്നടിഞ്ഞ യാത്ര ചെയ്ത നിരാശരായ എമൗസിലേക്ക് യാത്ര ചെയ്ത് ശിഷ്യന്മാരോടൊപ്പം നടന്ന് അവരോട് സംവദിക്കുകയാണ്, ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അല്ലേ? എന്തൊരു വലിയൊരു ശക്തിയാണ് വാക്കുകൾക്ക്, അല്ലേ? പവറാണ് വേർഡ്സിന്. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ വീണ്ടും പേര് പറയുന്നത്, ട്രംപ് ഒരു വാക്ക് പറയുമ്പോൾ മാർക്കറ്റ് ഇടിയും, ഒരു വാക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ മാർക്കറ്റ് ഉയരും. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളിൻ്റെ വാക്കുകളുടെ ചലനമാണ്. ഇപ്പം നമ്മളൊരാൾ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? എന്നെ നിനക്ക് വെറുപ്പാണെന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? എന്നെ നിനക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? ആ വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? തളർത്തിക്കളയാം. ഉയർപ്പ് നമ്മളോട് പറയുന്നത് നമ്മളുടെ വാക്കുകളൊക്കെ പ്രത്യാശ പകരുന്നതാവണം, അല്ലേ? പ്രതീക്ഷ പകരുന്നതാവും. ഒരു സ്കോൾഡിങ്ങും ഇല്ല. ഞാൻ ഓർക്കാറുണ്ട്, കർത്താവിൻ്റെ ഈ സഹനാനുഭവങ്ങളിലും ഉത്ഥാനാനുഭവങ്ങളിലും ഒന്നും ഒരിക്കൽ പോലും ശിഷ്യന്മാരെയോ സ്ത്രീകളെയോ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഒരിക്കൽ പോലും അവരോട് കോപിക്കുകയോ വഴക്ക് പറയുകയോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയോ എന്ന് പറയുന്നുണ്ടോ? അവരോടെല്ലാം കർത്താവ് പറയുന്നത്, യു ക്യാൻ ഹാവ് എ ന്യൂ ബിഗിനിങ്, പുതിയ ആരംഭം ഉണ്ടാകാമെന്നാണ്, അല്ലേ? ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം, എനിക്ക് തോന്നിയത്, ഈ ഉത്ഥാനം നമുക്ക് നൽകുന്നത് എന്താണ്? നിയോഗം. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കുമ്പോഴൊക്കെ ഓരോ നിയോഗമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുടുംബത്തോട് എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത്? നിരന്തരം ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ 1945 ഓഗസ്റ്റ് 6-നും 9-നുമാണ് ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ വിനാശം ഉണ്ടായത്. എന്താണെന്നറിയാം? എന്താണ്? ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ സഖ്യകക്ഷി അമേരിക്ക എന്തിട്ടു? ബോംബിട്ടു. ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്, ഈ ബോംബിടാൻ പോയ പൈലറ്റ്സൊക്കെ, ഇതിന് പോയവർക്കൊക്കെ പിന്നീട് വലിയ മാനസികാഘാതം ഉണ്ടായി. ഇന്നും എൻ്റെ വിനാശത്തിന് പോകുന്ന ഏത് പടയാളിക്കും അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എത്ര വലുതാണെന്നറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഉള്ളിൽ വേദനയാണ്. 1945 ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ആറ്റം ബോംബ് ഇടുകയാണ്. ആദ്യം ഇട്ടത് ഹിറോഷിമയിലാണ്. 1,20,000 പേരാണ് ഒറ്റയടിക്ക് മരണമടയുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ എവിടെയാണ്? നാഗസാക്കിയിൽ. അവിടെയും വീണു 60,000-നും 80,000-നും ഇടയ്ക്ക് ആളുകൾ വീണു, മരിച്ചുപോയി. പിന്നീട് തുടർ മരണങ്ങളാണ്, റേഡിയേഷനാണ്. ഇന്നും റേഡിയേഷൻ്റെ എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. മനുഷ്യന് ഒരു ലോകത്തെ എത്രമാത്രം അന്ധകാരമയമാക്കാമെന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്, ഇല്ലേ? എന്നിട്ടും പഠിച്ചില്ല. ഞാൻ പറയാൻ വന്നത്, ഈ നാഗസാക്കിയിലും ഹിറോഷിമയിലും ബോംബ് വീണു. ഈ ഹിറോഷിമയിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഈ ഹിറോഷിമ ഗിങ്കോ ട്രീ എന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഗിങ്കോ GINKGO, അത് ഗിങ്കോ എന്ന് പറഞ്ഞൊരു ട്രീ ഉണ്ട്. അത് ജപ്പാനിൽ പലയിടത്തുണ്ട്. അതിനെക്കുറിച്ച് ഡാർവിൻ പറയുന്നത് ലിവിങ് ഫോസിൽ എന്നാണ്. നൂറ്റാണ്ടുകൾ ജീവിക്കുന്നതാണ്. 10,000-2000 വർഷമൊക്കെ ജീവിത ആയുസ്സുള്ളതാണ്. അത് ഞാൻ ഈ ചിലപ്പോഴൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില മരങ്ങളെയും ചില നദികളെയും കാണുമ്പോൾ പറയും, ഇതിനൊക്കെ എത്ര ആയുസ്സാണ് ഉള്ളത് ദൈവം എന്ന് പറയാൻ. നമ്മളൊക്കെ എത്ര ക്ഷണികരാണ്, അല്ലേ? ഈ ഗിങ്കോ ട്രീ ഒരെണ്ണം ഒരു ഹിറോഷിമയിൽ ഒരു ബുദ്ധക്ഷേത്രത്തിന് മുമ്പിലുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് ഈ ബോംബ് വീണ് സസ്യലതാദികൾ, എല്ലാ ജീവജാലങ്ങളും ഇല്ലാതെയായി കഴിഞ്ഞപ്പോൾ ഈ മരവും പോയി. ഇതെന്നാ നടക്കുന്ന? ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. എല്ലാം തകർന്നു. ഒരു ജീവൻ്റെ ചലനം ഇല്ലാത്ത നാടായിട്ട് മാറുകയാണ്. എന്നാൽ പിറ്റേ വസന്തമായപ്പോൾ, ഏപ്രിൽ മാസമായപ്പോൾ, ഈ ഗിങ്കോ ട്രീയിൽ ജീവൻ്റെ തുടിപ്പ് കാണാൻ തുടങ്ങി. നാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ആ മരത്തിനിട്ട പേരാണ് ബെയറേഴ്സ് ഓഫ് ഹോപ്പ്. എന്താണ്? പ്രത്യാശയുടെ വാഹകനാണ്. ആര്? ഈ ഒരു മരം. എന്തൊരു വലിയ സിമ്പലാണ്, അല്ലേ? എല്ലാം നശിപ്പിക്കപ്പെടുമ്പോഴും ജീവൻ്റെ സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ് എന്ത്?
ഉയർപ്പ്. എനിക്ക് ഈ വാർത്താമാധ്യമങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് CNN, അൽ ജസീറ, BBC മുതലായ ചാനൽ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് സ്വല്പം കൂടെ നിഷ്പക്ഷമായിട്ട് നമുക്ക് കേൾക്കാം, കാണാം. എന്തൊരു വലിയ ദുരന്തമാണ്, എങ്ങനെയാണ് ഈ ലോകം ഇനി രക്ഷപ്പെടുക ഇതിൽ നിന്ന്? അപ്പോൾ ഉയർപ്പ് നൽകുന്ന പ്രത്യാശ എന്താണെന്നറിയാമോ? യു ഹാവ് ടു ബി ബെയറർ ഓഫ് ഹോപ്പ്. എല്ലാ മരണശക്തികളും സജീവമാകുമ്പോഴും എല്ലാം തകർന്നടിയുമ്പോഴും ജീവൻ്റെ സാധ്യത നൽകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ പറഞ്ഞത് എന്താണ്? ആഴത്തിന്മീതെ ഇരുൾ, വെള്ളം, അതെല്ലാം കെയോസിൻ്റെ സിമ്പലാണ്, ക്രമരാഹിത്യത്തിന്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? പരിവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഈ നിസ്സഹായ അനുഭവങ്ങൾ പറയാനുള്ള ഒന്നേ ഉള്ളൂ, എന്താണ്? ദൈവമേ, നീ പ്രവർത്തിക്കണമേ, നീ പരിവർത്തിക്കണമേ. ഏത് അന്ധകാര അനുഭവങ്ങളെയും ഏത് അന്ധകാര ശക്തികളെയും രൂപാന്തരപ്പെടുത്തി വെളിച്ചമാക്കാൻ നിനക്ക് കഴിയുമെന്നുള്ള വലിയ പ്രത്യാശയാണ്. നമ്മുടെ നിയോഗം എന്താണ്? അതിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്ഥാന സമൂഹമാവണം, ഉയർപ്പിൻ്റെ സമൂഹമാവണം. ഉയർപ്പിൻ്റെ സമൂഹമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിനെ പോലെ ആകണമെന്നാണ്. ഞാനൊന്ന് പറയട്ടെ, ഈ കർത്താവിൻ്റെ ഉത്ഥാനം എന്ന് പറഞ്ഞ അനുഭവം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടെന്ന് എൻ്റെ ചിന്ത. ഉണ്ടോ? കർത്താവിൻ്റെ വാക്കുകൾ എത്ര പേർക്കാണ് പുതിയ ജീവൻ നൽകിയത്, വെളിച്ചം നൽകിയത്? ആണോ? കർത്താവ് സൗഖ്യം നൽകിയ എത്രയോ പേർക്കാണ് പുതിയ ആരംഭമുണ്ടായത്? അതുകൊണ്ട് ജീവിതത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മാത്രമല്ല ഉത്ഥാനം, പിന്നെന്താണ്? നിരന്തരം തന്നെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ അനുഭവമാണ് എന്ത്? ഉയർപ്പ്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഒരർത്ഥത്തിൽ എന്താണ്? ഈ കല്ലറ ശൂന്യമാകുന്നത്. നമ്മുടെയൊക്കെ നിയോഗം അതാണ്. എവിടെയൊക്കെ നിരാശയുണ്ടോ അവിടെ പ്രത്യാശയാവണം, എവിടെയൊക്കെ ബലഹീനതയുണ്ടോ അവിടെയൊക്കെ ചേർത്ത് പിടിക്കണം. MK മുനീറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കേൾക്കാനും വായിക്കാനും ഇടയായി. MK മുനീറിനെ കുറിച്ച് കേട്ടോ നിങ്ങൾ? ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്? ആരാണ്? CH മുഹമ്മദ് കോയയാണ്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അനേക വർഷങ്ങൾ മന്ത്രിയായിരുന്നു. നമുക്കൊരു ഇന്ത്യ വിഷൻ ചാനലുണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഉടമസ്ഥനായിരുന്നു, ധനികനായിരുന്നു. എന്നല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, അദ്ദേഹം പെട്ടെന്ന് എന്തായി, അദ്ദേഹത്തിൻ്റെ ഈ പൈതൃകമായി ലഭിച്ച വീടിൻ്റെ പേര് ക്രസൻറ്റ് എന്നാണ്. ക്രസൻറ്റ്. ആ വീട് ജപ്തി ചെയ്യാനായി. 49 ലക്ഷത്തിനാണ് അവസാനം കിരിമൻ തീർക്കാൻ. അപ്പോഴാണ് മറ്റാളുകൾ അറിയുന്നത് എന്താണ്, ഈ വീട് ജപ്തി ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടപെട്ട് എന്ത് ചെയ്തു? അത് കൊടുത്തു. എൻ്റെ ചിന്ത അതൊരു ഉയർപ്പിൻ്റെ സമൂഹമാവുകയാണ്. ചെറിയൊരു കൂട്ടം ആളുകൾ പറഞ്ഞില്ല, ആരോടെയും പറയാതെ എന്ത് ചെയ്യുകയാണ്? കടക്കണിയിൽ നിന്ന് മാറ്റുകയാണ്. എൻ്റെ ഇത് നമ്മളൊക്കെ ഈ കുമ്മനാട് കൂർത്തമരയൊക്കെ ഉള്ളവരൊക്കെ ഒത്തിരി ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ളവരാണ്, പണമുള്ളവരാണ്. എല്ലാവരും അല്ല എങ്കിലും എൻ്റെ ചിന്ത, നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ പേർക്ക് തുണയാവാം, ആശ്വാസമാവാം, സ്വന്തം 2 കാലിൽ നിൽക്കത്തക്കവണ്ണം ബലമേകാം. ഇല്ലേ? അതാണ് നിയോഗം. നമ്മുടെയൊക്കെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നീ ഉത്ഥാന സമൂഹമാണോ എന്നാണ്. നമുക്കൊരു പാട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഓർത്തഡോക്സ് ഉയർപ്പിന് പാടുന്നതാണ്, എല്ലാ ദിവസങ്ങളിലും വലുത് ഞായർ ദിനം തന്നെയെന്ന്. കാരണം നമുക്ക് പെസഹ ഒന്നേ ഉള്ളൂ, ശരിയാണോ? നമുക്ക് ഹോശാന പെരുന്നാൾ ഒന്നേ ഉള്ളൂ, പെന്തിക്കൊസ്ത് പെരുന്നാൾ ഒന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഉത്ഥാന സമൂഹമാണ്, ഉയർപ്പിൻ്റെ സമൂഹമാണ്. മരണത്തിൻ്റെ ശക്തികളുണ്ടാവാം, എന്നാൽ മറ്റൊരാൾക്ക് അഭയമാകുവാനും വെളിച്ചം നൽകുവാനും മനുഷ്യനെപ്പോലെ കഴിവുള്ള വേറെ ഒരാളില്ല. ഉണ്ടോ? ഞാൻ നിർത്താൻ പോവുകയാണ്. MK സാനു എന്ന് പറഞ്ഞൊരു സാറിനെ നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ അദ്ദേഹത്തെ വലിയ പരിചയമില്ലായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം മലയാളത്തിലെ എല്ലാ മിക്കവാരികളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതി, പല സംഭവങ്ങൾ. ഞാൻ തോന്നി ഒരു അധ്യാപകൻ എന്ന നിലയിൽ എത്രയോ വെളിച്ചം പകർന്നൊരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി എഴുതിയത് ഇങ്ങനെയാണ്: എല്ലാ ക്ലാസ്സുകളും വ്യത്യസ്തമാണ്, മലയാളം അധ്യാപകനാണെങ്കിൽ. ആ ക്ലാസ്സിൽ 2 മോട്ടീവാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് പറഞ്ഞത്, ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ടു ഇൻസ്പയർ, പ്രചോദിപ്പിക്കുകയാണ്. 2, അതിജീവിക്കുകയാണ്, അതിജീവനം പഠിപ്പിക്കുകയാണ്. ഏത് ജീവിത സാഹചര്യങ്ങളെയും എത്ര തിക്തമായ അനുഭവങ്ങളുടെ നടുവിലും അതിജീവിക്കാൻ ബലം നൽകുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്, നമ്മുടെ സുവിശേഷം എന്താണ്? ഇത് 2മാണ്. എന്താണ്? തളർന്നു നിന്നവരിങ്ങനെ എന്ത് ചെയ്യുകയാണ്? എഴുന്നേൽപ്പിക്കുകയാണ്, അവനെ നേരെ നടക്കുവാൻ പ്രാപ്തനാക്കുകയാണ്. ഇല്ലേ? നമ്മുടെയൊക്കെ നിയോഗം എന്താണ്? ഒറ്റ നിയോഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ?
ഉയർപ്പിൻ്റെ സാക്ഷികളാവണം, ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാവണം. കർത്താവിനെ കണ്ടു എന്ന് പറയുന്നതാണ് എന്ത് ഈ കണ്ടിട്ട് കണ്ടതുപോലെ ജീവിക്കാൻ കഴിയണം. കണ്ടിട്ട് ഞാൻ നിർത്തട്ടെ. വൈലോപ്പള്ളിയെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു നിർത്താം. ഈ വൈലോപ്പള്ളിയെക്കുറിച്ച് ഞാൻ അടുത്ത കാലത്തോട് വായിച്ചു. വൈലോപ്പള്ളി ഒരു കവിതയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. കവിതയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഇലകൾ മരത്തിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വീഴുന്നത്? പിള്ളേർക്ക് സംശയം. മലന്നാണോ കമിഴ്ന്നാണോ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? കാറ്റും മറ്റ് പ്രതികൂല അവസ്ഥകളില്ലെങ്കിൽ സാധാരണ ഇലകൾ എങ്ങനെയാണ് വീഴുന്നത്? കേൾക്കാൻ വയ്യ എനിക്ക്. ഉറക്കെ പറയണം. കമിഴ്ന്നാണ് വീഴുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജീവിതം മുഴുവൻ സൂര്യനിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഇല അവസാനമാകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? താഴേക്ക് വീഴും. ഭൂമി ദേവിയെ പുണരുമെന്നാണ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കണ്ടാൽ പോരാ, ശരിക്കും കാണണം. കണ്ടാൽ പോലെ ശരിക്കും കാണണം. ഉയർപ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പറയാൻ എളുപ്പമാണ്, അല്ലേ? ജീസസ് ഇസ് റിസൺ, ഇൻഡീഡ് ജീസസ് ഇസ് റിസൺ എന്നാണ് നമ്മുടെ വലിയ പ്രഖ്യാപനം. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ കണ്ടതുപോലെ, അവനെ സ്പർശിച്ചതുപോലെ, അവൻ്റെ ശബ്ദം കേട്ടതുപോലെ ജീവിക്കാനിടയാവണം. മുറിവേൽക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവമേ സൗഖ്യം തരണമേ, വെളിച്ചം തരണമേ എന്ന് ഈ നാടുകളിൽ പ്രാർത്ഥിക്കാം. ദൈവം എന്നെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ജോസഫ് മാത്യുവിനോട്, വൈദികരോട്, എന്നെ ക്ഷണിച്ചതിന് മറ്റു പ്രിയപ്പെട്ടവരോട്, സ്വാഗതം പറഞ്ഞ മകനോട് എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.